ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുവൈറ്റ് മാജിക്കിൽ പോകുന്നൊരു വീഡിയോ ആണ്. പനി ആയതുകൊണ്ട് കുറച്ച് ഉഷാറുറവൊക്കെ ഉണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നതിന്. കുറച്ച് ദിവസം മുന്നെയാണ് ഞങ്ങൾ കുവൈറ്റ് മാജിക്കിൽ പോകുന്നത്. 3 മിനിറ്റിൻ്റെ ഷോർട്ടിൻ്റെ വീഡിയോ വരാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ വൈകി വെച്ചൊരു വീഡിയോ ആണ്. കയറി പോകുമ്പോൾ തന്നെ വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ അകത്തോട്ട് പോകുമ്പോൾ കുറച്ച് ഡ്രസ്സിൻ്റെയും എന്താ പറയുക ചെപ്പൽസിൻ്റെയും അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അന്നേരം നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിനുള്ളിലൊന്നും കയറാൻ പറ്റില്ല. നമ്മളെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് റൈഡൊക്കെ ഉള്ളിടത്തോട്ടാണ് പോയത്. ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ ഇങ്ങനെ പാർക്ക് പോലെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ക്യാമൽ, പോണി, ഹോഴ്സ് റൈഡ് എല്ലാം ഉണ്ട് അവിടെ. റൈഡിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫുട്പാത്തിൽ ലോണും പോലുള്ളിടത്തെല്ലാം കുഞ്ഞുങ്ങൾ നല്ല ഓട്ടമായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ആകെ ത്രില്ലായിരുന്നു. കുഞ്ഞുങ്ങളെ 3 പേരെയും കൂടെ കൈ പിടിച്ച് ഇങ്ങനെ നടത്തുന്നത് കാണാൻ നല്ല രസമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ ഒരു കാഴ്ച. കുഞ്ഞു വാപ്പിയുടെ കൂടെയും മൈസൂട്ടൻ ആഷിക്കങ്കിളിൻ്റെ കൂടെയും അബ്ബാടെ കൂടെയും ഇങ്ങനെ കൈയും പിടിച്ചെന്ന് കുറേ അവിടെ ഇങ്ങനെ ലോണിലെല്ലാം കുറേ നടന്നു. കുഞ്ഞുങ്ങളെ കുറേ നേരം നടത്തിയിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്ന് കുറേ റൈഡുകളുടെ അടുത്തൊക്കെ പോയിരുന്നു. റൈഡുകളുടെ ഒരു സൈഡിൽ നിറയും ഇങ്ങനെ ആനിമൽസിന്റെ കുറേ ഷേപ്പിൽ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അതിനടുത്തൊരു റൈഡുണ്ട്. ഐസുടൻ അവിടെ കയറിയേ പറ്റത്തുള്ളൂ. പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് അതിവിടെ കയറാനുള്ളൊരു പെർമിഷൻ ഇല്ല. പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മൾ പുറത്ത് നിന്ന് ഇങ്ങനെ കുറേ നേരം അതിങ്ങനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കും അതിനകത്ത് കയറണമെന്നായി. പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും കുഞ്ഞുങ്ങളെ അടുത്തുള്ള ആനിമൽസിനെയൊക്കെ കാണിച്ചു കൊടുത്തു. അവർക്ക് വീണ്ടും ഒരു വാശി നിർബന്ധമായി. പിന്നീട് നമ്മൾ ഈ ടോയ്സും ഇങ്ങനൊരു ലേക്കൊക്കെ പോലുള്ള അടുത്തോട്ട് വന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ നിന്നു. അപ്പോൾ ഇത് ഗെയിമൊക്കെ കളിച്ചിട്ട് നമുക്ക് ഈ ടോയ്സൊക്കെ വിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലേക്കിൻ്റെ അവിടെയൊക്കെ കുറേ നേരം നിന്നപ്പം വെള്ളം എന്ന് പറഞ്ഞാൽ അതൊക്കെ നോക്കി കുറേ നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ ഗെയിമുകൾ കളിക്കുന്നിടമാണ്. അപ്പോൾ അവിടെ ഈ ബോളിൻ്റെയൊക്കെ ഓരോ സംഭവങ്ങൾ അപ്പോൾ ബാലു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ കുഞ്ഞിയെ എടുത്ത് ബോളിനകത്തൊക്കെ തൊടിയിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു എന്താ പറയുന്ന ഒരു കൗണ്ടറിലോട്ട് വന്നു. അപ്പോൾ അവിടെയും ബോളിൻ്റെ കളി. പിന്നെ ആ ചേട്ടനാണെങ്കിൽ ബോൾ എടുത്ത് കൈ കൊടുത്തു. പിന്നെ ഇവള് ബോൾ കൊടുക്കുന്നേ ഇല്ല. പുള്ളിക്കാരനാകെ പെട്ടതുപോലെ ആയിപ്പോയി. പിന്നെ ഒരു കണക്കിന് ഞാൻ ബോളൊക്കെ അവിടെ വാങ്ങിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ വേറെ റൈഡുകളുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു വന്നു. ഇതൊക്കെ കുറേയൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാത്തിനകത്ത് കയറണമെന്നുണ്ട്. പക്ഷെ എല്ലാത്തിനകത്തും ഇവരെ കയറ്റാൻ പറ്റുന്ന ഒരു ഏജ് ഒന്നും അല്ലല്ലോ. പിന്നെ കുറേ നേരം അവിടെയൊക്കെ കളിച്ച് കറങ്ങി അടിച്ച് ഇങ്ങനെ നടന്നു. ഒരു റൈഡിനകത്ത് മാത്രം ഞങ്ങൾ ഇവരെ കയറ്റി. അത് ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കുവൈറ്റ് മാജിക്ക് വരണം എന്ന്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഇതുവരെ ഇവിടെ വരാനും കയറാനും പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് അത് പറ്റിയത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ദാസ എന്ന് പറയുന്നത് പോലെ എനിക്കിപ്പോഴാണ് ആ സമയം വന്നെത്തിയതും അത് അവിടെ പോകാൻ പറ്റിയതും. പിന്നെ നമ്മൾ സാധാ പോലെ നെയ്ച്ചോറിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ടാ.